നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറും തമ്മിൽ ഇടക്കാലത്തുണ്ടായ ഒരു വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്കിപ്പോൾ സംശയം. കാരണം സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളുടെ VC-മാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും കൊമ്പ് കോർക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടത്. സർക്കാർ നിർദ്ദേശിക്കുന്ന വ്യക്തികളെ VC-മാരായി നിയമിക്കാൻ സാധിക്കില്ല എന്നാണ് ഗവർണറുടെ നിലപാട്. പകരം ഗവർണർ 2 പേരെ നിയമിക്കാൻ വേണ്ടിയിട്ട് 2 പേരുടെ പേരുകൾ സുപ്രീം കോടതിക്ക് കൊടുത്തിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശിക്കുന്നവർക്ക് അർഹതയോ യോഗ്യതയോ ഇല്ല എന്നല്ല ഗവർണർ പറയുന്നത്. പക്ഷേ അവരെക്കാൾ മികച്ച ആൾക്കാരെ വേണം ആ സ്ഥാനത്തേക്ക് നിയോഗിക്കാൻ. മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നോക്കുമ്പോൾ താൻ കണ്ടെത്തിയ 2 പേരുകൾ ഗവർണർ സുപ്രീം കോടതിക്ക് സമർപ്പിച്ചു. സാങ്കേതിക സർവകലാശാലയിലേക്ക് ഡോക്ടർ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് ഡോക്ടർ പ്രിയ ചന്ദ്രനെയുമാണ് ഗവർണർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ സർക്കാർ കൊടുത്ത പാനലിൽ ഡോക്ടർ പ്രിയ ചന്ദ്രൻ്റെ പേരുണ്ട്, പക്ഷെ ഡോക്ടർ സിസ തോമസിൻ്റെ പേരില്ല. ഇവിടെയാണ് ഗവർണറും സർക്കാരും തമ്മിൽ ഒരു തുറന്ന പോര് ആരംഭിക്കുന്നത്. എന്തുകൊണ്ട് ഡോക്ടർ സിസ തോമസിനെ പോലെ അർഹതയുള്ള യോഗ്യതയുള്ള സത്യസന്ധയായ ഒരു അധ്യാപികയെ, ഒരു പ്രൊഫസറെ ഈ VC സ്ഥാനത്തേക്ക് സർക്കാർ നിയോഗിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഗവർണർ ഉയർത്തുന്നത്. നമുക്കറിയാം, ഈ വിഷയം സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി സർക്കാരും ഗവർണറും തമ്മിൽ ചർച്ച ചെയ്തൊരു തീരുമാനത്തിലെത്തണം എന്നാണ് നിർദ്ദേശിച്ചത്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സുപ്രീം കോടതി ഇടപെടുമെന്നും ഇങ്ങനെ അനിശ്ചിത കാലത്തേക്ക് VC ഇല്ലാതെ സർവകലാശാലകളെ കൊണ്ടുപോകാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. അങ്ങനെ ഗവർണർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. സർക്കാരിനോട് പാനൽ ഉണ്ടാക്കാൻ, സെർച്ച് കമ്മിറ്റിയെ ഉണ്ടാക്കി പാനൽ ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചു. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. ആ സെർച്ച് കമ്മിറ്റി VC-മാരുടെ പാനൽ തയ്യാറാക്കി നൽകി. ആ പാനലിൽ നിന്ന് ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് 3ാമത് പറഞ്ഞിരിക്കുന്ന പേര് ഡോക്ടർ പ്രിയ ചന്ദ്രൻ്റെതാണ്. അത് ഗവർണർ സ്വീകരിച്ചു. പക്ഷേ സാങ്കേതിക സർവകലാശാലയിലേക്ക് കൊടുത്ത 3 പേരുകളും, 1ാമത് സർക്കാർ കൊടുത്തത് ഡോക്ടർ സജി ഗോപിനാഥിൻ്റെ പേരാണ്. അത് ഗവർണർ തള്ളിക്കളഞ്ഞു. എന്നു മാത്രമല്ല, സർക്കാർ കൊടുക്കാത്ത ഒരാളിൻ്റെ പേര് ഗവർണർ നിർദ്ദേശിക്കുകയും ചെയ്തു. അത് ഡോക്ടർ സിസ തോമസ് ആണ്. എന്തുകൊണ്ട് ഗവർണർ ഇങ്ങനെ ചെയ്യുന്നു എന്ന ചോദ്യത്തിന് നമുക്ക് ഇപ്പോൾ ഉത്തരം പറയാൻ പൂർണ്ണമായിട്ടും സാധിക്കില്ല. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത്, മുമ്പ് പല സർവകലാശാലകളുടെയും താൽക്കാലിക VC ചുമതല നിർവഹിച്ചിരുന്ന സിസ തോമസ് അവിടെയൊക്കെ നടന്നിരുന്ന പല കുഴപ്പങ്ങളും വിളിച്ചു പറഞ്ഞു. അതുമാത്രമല്ല, ഒരു സർവകലാശാലയിൽ നടക്കുന്ന ധൂർത്ത്, അവിടെ ഓഡിറ്റ് ഇല്ലാത്ത അവസ്ഥ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് താൽക്കാലിക VC-യുടെ ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ സിസ തോമസ് സമൂഹത്തിന് മുന്നിലെത്തിച്ചു. ഇതാണ് ഡോക്ടർ സിസ തോമസിനോട് മികവുണ്ടായിട്ടും സർക്കാരിന് അതൃപ്തി വരാൻ കാരണം. സർക്കാരിൻ്റെ ചെയ്തികളെ ചോദ്യം ചെയ്യുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരാൾ VC ആയിട്ട് വരുന്നതിനോട് സർക്കാരിന് ഒട്ടും തന്നെ താല്പര്യമില്ല. അതാണ് ഡോക്ടർ സിസ തോമസിൻ്റെ പേര് ഈ പട്ടികയിൽ ഉൾപ്പെടാതിരുന്നതിന് കാരണം. ഞാനതിൻ്റെ മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ അതിലേക്ക് പറയേണ്ടതുണ്ട്. പക്ഷെ ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. കാരണം സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളൊരു കേസാണ്. ഈ വിഷയത്തിൽ നിയമപരമായ പരിമിതികൾ നമുക്കുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. പക്ഷേ ഗവർണർക്ക് ഇക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഡോക്ടർ സിസ തോമസ് മികവുള്ള വ്യക്തി തന്നെയാണ്. കാര്യങ്ങൾ അറിയാം, യോഗ്യതയുണ്ട്, അർഹതയുണ്ട്, കഴിവുമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ സിസ തോമസിനെ VC ആയിട്ട് നിയോഗിക്കണം എന്ന് തന്നെയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ നിലപാട്. അദ്ദേഹം തരുമ്പും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനല്ല,
ആര് വന്ന് പറഞ്ഞിരുന്നാലും ശരി, തൻ്റെ നിലപാടിൽ അദ്ദേഹം വെള്ളം ചേർക്കും എന്ന് തോന്നുന്നില്ല. മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാനും ഇത്തരത്തിൽ നിലപാടെടുത്തത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാവുന്നതിൻ്റെ പരമാവധി ബുദ്ധിമുട്ടിപ്പിച്ച ആണ് ഇവിടുന്ന് വിട്ടത് എന്നുകൂടി നമ്മൾ ഓർക്കണം. ഈ സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ പറയുമ്പോൾ ഇതുകൂടി കാണാതെ പോകരുത്. എന്തായാലും ഇനി പന്ത് സുപ്രീം കോടതിയുടെ കോർട്ടിലാണ്. സുപ്രീം കോടതി കൃത്യമായിട്ടും ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കും. എനിക്ക് തോന്നുന്നത് ഡോക്ടർ പ്രിയ ചന്ദ്രൻ്റെ കാര്യത്തിൽ മറിച്ചൊരു അഭിപ്രായത്തിലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം പ്രിയ ചന്ദ്രൻ്റെ പേര് പാനലിലുണ്ട്. തീർച്ചയായിട്ടും ഗവർണറും പ്രിയ ചന്ദ്രൻ്റെ പേര് തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ വിവാദങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. മറിച്ച് സാങ്കേതിക സർവകലാശാലയുടെ കാര്യത്തിലാണ് ഈ പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് സർക്കാർ കൊടുത്ത പാനലിനെ പരിപൂർണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് ഗവർണർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കണ്ടെത്തിയ, അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നിയ, അർഹതയുള്ള, യോഗ്യതയുള്ള, കഴിവുള്ള ഒരു വ്യക്തിയെ VC സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇത് ഇനിയിപ്പോൾ സുപ്രീം കോടതിക്ക് മാത്രമേ ഇതിനകത്ത് തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതി സർക്കാരും ഗവർണറും തമ്മിൽ ഡോക്ടർ സിസ തോമസിൻ്റെ കാര്യം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം എന്നാണ് താല്പര്യപ്പെട്ടത്. പക്ഷേ അത് വേണ്ടത്ര വിജയിച്ചിട്ടില്ല. ഇന്ന് ഗവർണറെ മെരുക്കാൻ വേണ്ടി നമ്മുടെ 2 മന്ത്രിമാർ അവിടെ പോയിരുന്നു. മന്ത്രി P രാജീവും അതുപോലെ മന്ത്രി R ബിന്ദുവും. പക്ഷേ ഗവർണർ 2 പേരെയും നിരാശരാക്കി മടക്കി എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ലോക് ഭവനിലെത്തി ഗവർണറെ നേരിട്ട് കണ്ടപ്പോൾ, ചർച്ച നടത്തിയപ്പോൾ മുഖ്യമന്ത്രി വരാത്തത് എന്തുകൊണ്ടാണെന്നായിരുന്നു ഗവർണർ ചോദിച്ചത്. മുഖ്യമന്ത്രി നൽകിയ ലിസ്റ്റ് പ്രകാരം നിയമനം നടത്തില്ല. അത് ഉറച്ച നിലപാടാണ്. ഗവർണർ അവരെ അറിയിച്ചു. മുഖ്യമന്ത്രി മുൻഗണന തീരുമാനിച്ചതിൻ്റെ വിശദ വിവരങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു, എന്നിട്ടും അത് നൽകിയിട്ടില്ല. ഗവർണർ ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അത് നൽകിയിട്ടില്ല, നൽകാൻ തയ്യാറായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നായിരുന്നു ഗവർണറുടെ ചോദ്യം. എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഉചിതമായ തീരുമാനമെടുത്തു. ഇനി സുപ്രീം കോടതി തീരുമാനിക്കട്ടെ. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമൊക്കെ ഗവർണറോട് നിസ്സഹരിക്കുകയാണ്. ഇത് അനുവദിക്കാനാകില്ല, ഇതിനോട് തലകുലുക്കി യെസ് മൂളി നിൽക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഗവർണർക്കുള്ളത്. എന്തായാലും പ്രശ്നപരിഹാരം കണ്ടില്ലെങ്കിൽ VC-മാരെ നേരിട്ട് നിയമിക്കും എന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. പക്ഷെ സുപ്രീം കോടതിക്ക് അത് കഴിയുമോ, സാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യം ഒരു വശത്ത് ഉയരുന്നുണ്ട്. ഇവിടെ ചാൻസലർ കൂടിയായ ഗവർണറുടെ അധികാര പരിധിയിൽ അങ്ങനെ കൈകടത്താൻ ആർക്കും കഴിയില്ല. അതാണ് നമ്മുടെ രാജ്യത്തെ നിയമം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഗവർണറെ മെരുക്കാനായിട്ട് വന്ന 2 മന്ത്രിമാരും ആയുധം വെച്ച് കീഴടങ്ങി നിരാശരായി മടങ്ങിയ കാഴ്ച കേരളം ഇന്നലെ കണ്ടു. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പും നമുക്കിതൊക്കെ പരിചിതമാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്തും നമ്മുടെ മുഖ്യമന്ത്രി ഇതുപോലൊരു തുറന്ന പോരിന്, ഗവർണറുമായിട്ട് തുറന്ന പോരിന് തയ്യാറായി. അവിടെ ഒന്നും അത് വിജയിച്ചില്ല. പല സന്ദർഭങ്ങളിലും മുഖ്യമന്ത്രിയെ ഗവർണർ കണ്ട ഭാവം പോലും നടിക്കാതെ അവഗണിച്ചു വിടുന്ന സംഭവങ്ങൾ പോലും ഉണ്ടായി. ഇവിടെയും അത് തന്നെയായിരിക്കും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി ഗവർണറോട് അനാവശ്യമായി ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കി പരസ്പരം ചർച്ച ചെയ്ത് ഗവർണർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സമർപ്പിച്ച്, അല്ലെങ്കിൽ അത് ലോക് ഭവന് കൈമാറി അതിന്മേൽ ചർച്ചകൾ നടത്തി സംസ്ഥാനത്തിന്, കേരളത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഉചിതമായ തീരുമാനം ഇരുവരും ചേർന്നെടുക്കേണ്ടതാണെന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുകയുള്ളൂ.